ബിലാൽ പ്രാഥമികമായി ഇപ്പോൾ പറയുന്നത് വാഹനം അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ ആ ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കില്ല അമിത വേഗത എന്നത്. ഉറങ്ങിപ്പോകുമ്പോൾ ആക്സിഡന്റിൽ കാർ കൂടുതൽ അമർന്നേക്കാം. അവിടെ ഒരു അല്പം ഇറക്കമുള്ള സ്ഥലവുമായിരുന്നു അല്ലേ? അങ്ങനെ റോഡിന്റെ അവസ്ഥയും വളരെ നല്ല റോഡായിരുന്നു എന്നും പറയുന്നുണ്ട്. രതീഷ്, ദൃശ്യങ്ങളിൽ കാർ കാണാം. 2013 മോഡൽ വാഹനമാണ്. കാർ ഓടിച്ചിരുന്നത് ബിജു പി ജോർജാണ്. മുൻവശത്ത് ഇടതുഭാഗത്ത് മാത്യു ഇപ്പൻ ഇരിക്കുന്നു. പിൻവശത്ത് വലതുവശത്തെ സീറ്റിലാണ് നിഖിലിൻ്റെ സ്ഥാനം. ഇടതുവശത്ത് അനുവും യാത്ര ചെയ്യുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഉള്ളിലേക്ക് ചുരുങ്ങുകയാണ് ഉണ്ടായത്. അതോടുകൂടി അനു ഒഴിച്ച് ബാക്കി 3 പേരെയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു. അങ്ങനെ 4:05 ആണ് ഈ അപകടമുണ്ടാകുന്നത്. കൂടൽ പോലീസ് സ്റ്റേഷൻ പിന്നിട്ട് ഏറെക്കുറെ 2.5 കിലോമീറ്റർ ദൂരം കോന്നി ഭാഗത്തേക്ക് എത്തുമ്പോൾ, അതായത് കുടുംബാംഗങ്ങൾ ഇവർ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകളുടെ വീടെത്തുന്നതിന് ഏറെക്കുറെ 12 കിലോമീറ്റർ മുൻപാണ് അപകടമുണ്ടാകുന്നത്. കോന്നി ഭാഗത്തേക്ക് പോയ കാർ എതിർ ദിശയിൽ വന്ന ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. ബിജു മാത്യു ഉറങ്ങിപ്പോയതും വാഹനത്തിൻ്റെ വേഗവുമാണ് അപകടത്തിന് ഇത്ര തീവ്രത സൃഷ്ടിച്ചതും ഒപ്പം തന്നെ 4 പേരും മരിക്കുന്നതിന് ഇടയാക്കിയത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും നൽകുന്ന വിവരം. പിൻസീറ്റ് യാത്രക്കാരായിട്ടുള്ള നിഖിലും അനുവും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അതേസമയം തന്നെ വാഹനത്തിൻ്റെ ആദ്യ കാഴ്ചയിൽ വാഹനത്തിൻ്റെ മുൻ ക്യാബിനിലിരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു അവരുടെ ശാരീരിക അവസ്ഥ എന്നുള്ളതാണ്. പിൻസീറ്റിൽ വലതുവശത്ത് ഉണ്ടായിരുന്ന നിഖിൽ തല കീഴായി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒപ്പം തന്നെ മുൻവശത്തെയും പിൻവശത്തെയും സീറ്റുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ തല കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. ഒപ്പം തന്നെ സമാനമായ സ്ഥിതിയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു ബിജു മാത്യുവിൻ്റെയും അതോടൊപ്പം തന്നെ ഈ മാത്യു ഇപ്പനും ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെയാണ് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും പുറത്തെടുക്കാൻ കഴിയാതിരുന്നത്. ആളുകൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്നതോടുകൂടി പിന്നീട് 4:35 കോന്നിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ് വാഹനത്തിൻ്റെ വിവിധ ഇടങ്ങൾ വെട്ടിപ്പൊളിച്ച് അവരെ കൂടി പുറത്തിറക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏറെക്കുറെ 1 മണിക്കൂറിലധികം നീണ്ടു. അവസാനത്തെ ആളിനെയും പുറത്തെത്തിച്ച് കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ സമയം 5:10 അടുത്തിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായിട്ടുള്ളത്, 4:05 ഈ അപകടം നടക്കുമ്പോൾ വിവരം പറഞ്ഞ ആദ്യത്തെ ആംബുലൻസ് ഇവിടെ എത്തുമ്പോൾ സമയം 4:18. ആദ്യം അനുവിനെ പുറത്തെടുത്തുന്നു. അനുവിന് മാത്രമേ ജീവൻ അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ആ തരത്തിൽ രക്ഷാപ്രവർത്തനം നടന്നത്. അനുവുമായി പോയ ആംബുലൻസ് കോന്നി താലൂക്ക് ആശുപത്രിയിലെത്തി അനുവിനെ അവിടെ ഇറക്കിയ ശേഷം മടങ്ങി വരികയാണ് ഉണ്ടായത്. അതുവരെയും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആംബുലൻസിന്റെ സഹായം തേടിയെങ്കിൽ പോലും അത് സാധ്യമായിരുന്നില്ല. പിന്നീട് ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. ആ കാര്യങ്ങൾ അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് CK ബിലാൽ വാഹനത്തിന്റെ അടുത്ത് നിന്ന് വിശദീകരിച്ചത്. പ്രേക്ഷകരുടെ അറിവിലേക്കായി